So now we'll continue with our lesson. Okay, lesson 4. ST I will take maybe after some classes. Okay. ഇപ്പോൾ നമുക്ക് ഈ ലെസൺ കംപ്ലീറ്റ് ചെയ്യാം. ST അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. തേർഡ് ലെസൺ ST അല്ലേ? on Wednesday. Okay. ST on Wednesday. Okay, everybody prepare and come on Wednesday. Okay. So where did we stop the last class? I think animals that eat plants. Up to that paragraph we had taken. Alle? Yes. Animals that eat plants. Up to there we had taken in the last class. So today we will continue with the following. See, animals that chew the cud. എന്താണത്? ആനിമൽസ് ദാറ്റ് chew the cud. Chewing the cud എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, പശുവൊക്കെ നമ്മള് തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോ അവരെ കൂട്ടിക്കെട്ടിയിട്ട് കഴിയുമ്പോ അവര് ചവയ്ക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ? കിടന്നുകൊണ്ട് അവർ ചവയ്ക്കുന്നതാണ് അയവിറക്കുക എന്ന് പറയും അല്ലെ? അതിന് നമ്മൾ പറയുന്നതാണ് chewing the cud. ഓക്കെ, അവരതിങ്ങനെ അയവിറക്കിക്കൊണ്ട് അല്ലെ ചവച്ചുകൊണ്ടിരിക്കും. Chewing the cud. നോക്കാം. Grass eating animals like cows, buffaloes and sheep swallow their food without chewing it. അപ്പോ ഇവരെന്താ ചെയ്യുന്നത്? ഈ cows, buffaloes and goats ഇവരെന്താ ചെയ്യുന്നത്? ഇവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ ഇവരത് swallow ചെയ്യുന്നത്, വിഴുങ്ങുകയോ ചെയ്യുന്നത്, നന്നായിട്ട് ചവയ്ക്കുന്നില്ല. എന്നിട്ടോ when they rest they bring this food back into their mouths and then chew it well with their grinding teeth. This is called chewing the cud. അപ്പൊ എന്താണ് chewing the cud എന്ന് പറഞ്ഞാൽ എന്താ? This plant eating animals such as cows, buffaloes and goats swallow their food without chewing it. chew ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ചവച്ചരയ്ക്കുക അല്ലെ? അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാല് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ അവരത് മുഴുവനും നന്നായിട്ട് ചവച്ചരയ്ക്കുന്നില്ല. അവര് ജസ്റ്റ് സ്വാളോ ചെയ്യുന്നു, വിഴുങ്ങുന്നു. ജസ്റ്റ് ഒന്ന് ഒതുക്കി അവരതങ്ങ് വിഴുങ്ങുക ചെയ്യുന്നത്. അതിനുശേഷം when they take rest, അതാ ഞാൻ പറഞ്ഞ പശുവൊക്കെ കിടക്കുമ്പോൾ അല്ലെ, അവര് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് they have the capacity to bring that food back into their mouth. അവര് മുമ്പേ ഇറക്കിയ ഫുഡിനെ തിരിച്ച് അവരുടെ മൗത്തിലേക്ക് അവർ കൊണ്ടുവന്നിട്ട് വീണ്ടും അവര് നന്നായിട്ട് അരച്ച് കഴിക്കുന്നു. മനസ്സിലായോ? ഓക്കെ. എന്താ ജെവിൻ ജേക്കബേ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ടീച്ചർ ഞാൻ ഇപ്പോഴാണ് ക്ലാസ്സിൽ കയറിയത്. നെറ്റ്വർക്ക് കിട്ടിയില്ല. എന്തോ? ഇന്ന് നെറ്റ്വർക്ക് കിട്ടിയില്ല. ഇപ്പഴാ ക്ലാസ്സിൽ കയറിയത്. നമ്മളിപ്പോ തുടങ്ങിയതേ ഉള്ളൂ ക്ലാസ്. 4:45 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ജസ്റ്റ് ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഫസ്റ്റ് പറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായിരുന്നു അവിടെ അലൻ മാത്യുവിന്? ഞാൻ ചൂണ്ടക്കാട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, കണ്ടിട്ടുണ്ട്. പശു ഉള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ജെവിൻ ജേക്കബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇതാണ്, ആനിമൽസ് ദാറ്റ് chew the cud. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഒരു സെന്റൻസ് ഇപ്പൊ മിസ് വായിച്ചിട്ടുള്ളൂ. ഓക്കെ. Grass eating animals like cows, buffaloes and sheep swallow their food without chewing it. അപ്പോ നമ്മൾ ഈ പറഞ്ഞ grass eating animals such as cows, buffaloes and goats, when they get the food they just swallow it without chewing well. നന്നായിട്ട് ചവച്ചരയ്ക്കാതെ അവർ ജസ്റ്റ് അതൊന്ന് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം when they take the rest, പിന്നീട് അവര് റെസ്റ്റ് ചെയ്യുമ്പോൾ അവർ കിടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് they have the ability to bring the food back into their mouth. അവര് മുമ്പേ കഴിച്ച ആ ഫുഡ് തിരിച്ച് അവരുടെ വായിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് അവർക്ക് ഉണ്ട്.
അങ്ങനെ കൊണ്ടുവന്ന് വീണ്ടും അവരതിനെ നന്നായിട്ട് ചവച്ച് അരച്ച് കഴിക്കുന്നു. ഓക്കെ, ദേ chew it well again. അപ്പോൾ ഈ കപ്പാസിറ്റിയാണ്, ഇതിനാണ് നമ്മൾ chewing the cud എന്ന് പറയുന്നത്. ഓക്കെ, did you understand? Okay, so once again I'll say, grass eating animals such as cows, buffaloes and goats, when they get the food, they just swallow it without chewing well. And when they take the rest, afterwards when they take the rest, they bring back the food into their mouth. അവര് മുമ്പേ കഴിച്ചിറക്കിയ ഭക്ഷണം തിരിച്ച് അവരുടെ മൗത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട്. Then they chew it well again. Okay, തിരിച്ച് അത് വീണ്ടും വായിൽ കൊണ്ടുവന്ന് നന്നായിട്ട് ചവച്ചരിച്ച് അവരിത് കഴിക്കുന്നു. That is called chewing the cud. അത്രേ ഉള്ളൂ. Okay, they bring this food back into their mouths and then chew it well with their grinding teeth. അവർക്ക് നല്ല ഗ്രൈൻഡിങ് ടീത്ത് ഉണ്ട് അല്ലെ, ചവച്ചരയ്ക്കാനുള്ള ആ ടീത്ത് ഉണ്ട്. അത് ഉപയോഗിച്ച് അവർ നന്നായിട്ട് ചവച്ചരച്ച് വീണ്ടും കഴിക്കുന്നു. ദിസ് ഈസ് കോൾഡ് chewing the cud. ഇതിനാണ് chewing the cud എന്ന് പറഞ്ഞ. അപ്പൊ chewing the cud എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? പശുക്കള്, ബഫലോസും ഒക്കെ അവർ അയവിറക്കുന്നത്, അതാണ് നമ്മൾ chewing the cud എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ പശുവിനെ കാണുമ്പോൾ ശ്രദ്ധിച്ചോട്ടെ. വൈകുന്നേരം ഒക്കെ കൂടിനകത്ത് കൊണ്ട് കെട്ടി കഴിയുമ്പോൾ പശുവിനെ ഒന്ന് പോയി നോക്കും. അവർ വെറുതെ കിടക്കുമ്പോൾ അവരിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, ചെക്ക് ചെയ്തോളൂ കണ്ടിട്ടില്ലാത്തവര്. Okay, then animals that know. Animals like squirrels, rats and rabbits nibble seeds and fruits. They have sharp front teeth to bite their food. അപ്പോൾ റാബിറ്റിനും റാറ്റിനും സ്ക്വാരലിനും ഒക്കെ എന്താണെന്ന് അറിയാവോ, അവർ കുറയ്ക്കും. എന്താണ്, അവർ സീഡ്സും ഫ്രൂട്ട്സും ഒക്കെ അവരുടെ ഷാർപ്പ് ഫ്രണ്ട് ടീത്ത്, മുൻപിലത്തെ പല്ലുപയോഗിച്ച് അവരത് കാർന്നു തിന്നും. ഓക്കെ, അപ്പൊ അതിനാണ് they nibble or gnaw seeds and fruits. They have sharp front teeth to bite their food. അവർക്ക് നല്ല ഷാർപ്പായ ഫ്രണ്ട് ടീത്തിന്, മുൻവശത്തുള്ള പല്ലുകള് നല്ല ഷാർപ്പായ പല്ലുകളാണ് ഈ സ്ക്വാരൽസിനും റാറ്റ്സിനും റാബിറ്റ്സിനും ഉള്ളത്. അതുപയോഗിച്ച് അവര് അവരുടെ ആ ഭക്ഷണത്തെ, എന്താണ്, ഫ്രൂട്ട്സിനെയും സീഡ്സും ഒക്കെ കാർന്നവര് തിന്നുന്നു. അതാണ് knowing the food. Animals that know. Okay, next one, animals that eat flesh. Animals that eat flesh are called carnivorous animals. അപ്പോ ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസിനെ കാർണിവോറസ് ആനിമൽസ് എന്ന് വിളിക്കുന്നു. അതുപോലെ ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു, പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസിനെ നമ്മൾ എന്താ വിളിക്കുന്നേ? What do we call the plant eating animals? You forgot. Herbivorous. എന്താ വിളിക്കുന്നത്? Herbivorous എന്നാണ് പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസിനെ വിളിക്കുന്നത്. ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് ആർ കോൾഡ് ആസ് എന്താണ്? കാർണിവോറസ്. Flesh eating animals like lions and tigers have sharp, pointed and slightly carved teeth. കണ്ടോ? ഷാർപ്പ് ആണ്, നല്ല പോയിന്റഡ് ആണ് അല്ലെ, അത് സ്ലൈറ്റ്ലി കാർവ്ഡ്, ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടാണ് ഉള്ളത്. These teeth help them to tear flesh. മാംസം വലിച്ചു കീറിയെടുക്കുന്നതിന് അവരുടെ ഈ പല്ലുകൾ അവരെ സഹായിക്കുന്നു. കണ്ടോ, ആ പിക്ചറിൽ നോക്കിയേ, A tiger has sharp pointed teeth. ആ ഫ്രണ്ടില് രണ്ട് പല്ലു ഉണ്ടോ? നീളമുണ്ട്, കുറച്ചിങ്ങനെ വളഞ്ഞിട്ടായിരിക്കുന്നത് അല്ലെ, അത് ഉപയോഗിച്ച് അവരിങ്ങനെ വലിച്ചു കീറിയെടുക്കും മറ്റ് മൃഗങ്ങളുടെ ഫ്ലഷ്. അവരുടെ പല്ലു ഉണ്ടോ? ഓക്കെ. They also have grinding teeth at the back of their mouths. ആ ഫ്രണ്ടിലുള്ള 4 പല്ലുകൾ മാത്രമല്ല, മുകളിലും താഴെയും രണ്ടെണ്ണം ഇത് നമുക്ക് കാണാം. അത് മാത്രമല്ല ഉള്ളത്, അവരുടെ ബാക്കിലോട്ട് വായിക്കകത്തോട്ട് അവർക്ക് നല്ല ഗ്രൈൻഡിങ് ടീത്ത് ഉണ്ട് അല്ലേ. Then these are strong and help them to chew bones. എല്ലുകൾ വരെ കടിച്ചു പൊട്ടിച്ച് ചവച്ചരിച്ച് കഴിക്കാനുള്ള ശക്തിയുള്ള, അത്രമാത്രം ബലമുള്ള chewing teeth ആർക്കുണ്ട്? ഗ്രൈൻഡിങ് ടീത്ത് ആർക്കുണ്ട്? നമ്മുടെ ലയനും ടൈഗറിനും ഒക്കെ ഉണ്ട്. ഓക്കെ,
പ്രാവശ്യം കൂടെ നോക്കിയ പാരഗ്രാഫ്. ആനിമൽസ് ദാറ്റ് ഈറ്റ് ഫ്ലഷ് ആർ കോൾഡ് കാർണിവോറസ് ആനിമൽസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസിനെ നമ്മൾ കാർണിവോറസ് ആനിമൽസ് എന്നോട് വിളിക്കുന്നു. Then flesh eating animals like lions and tigers have sharp pointed and slightly carved teeth. അപ്പൊ എന്തൊക്കെയാണ് അവരുടെ ടീത്തിന്റെ പ്രത്യേകത? അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. Their teeth are sharp ആണ്, pointed and then slightly carved. Slightly carved എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടുണ്ട്. Slightly carved teeth. These teeth help them to tear flesh. അവര് മറ്റു മൃഗങ്ങളെ കൊന്നാണ് അവരുടെ ഭക്ഷണമാക്കുന്നത് അല്ലേ? എന്നിട്ട് അവരുടെ ഫ്ലഷ് ഇങ്ങനെ വലിച്ചു കീറി പിച്ച് കീന്തി എടുക്കാനായിട്ട് അവരുടെ ആ പല്ല് അവരെ സഹായിക്കുന്നുണ്ട്. Then they also have grinding teeth at the back of their mouths. Yes, വായുടെ പിൻഭാഗത്ത് അവർക്ക് നല്ല ഗ്രൈൻഡിങ് ടീത്ത് ഉണ്ട്. അത് എന്തിനൊക്കെ സഹായിക്കുന്നു? These are strong and help them to chew bones. എല്ലുകൾ വരെ എന്താണ് ചവച്ചരച്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന തരത്തിലുള്ള അത്രയും ഷാർപ്പായ ഗ്രൈൻഡിങ് ടീത്ത് ഇവർക്ക് ഉണ്ട്. ഓക്കെ. ഇനി ആനിമൽസ് ദാറ്റ് swallow their food. swallow ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ നോക്കുക. Some animals like lizards and frogs do not have teeth. They cannot chew or tear their food. They swallow it. വിഴുങ്ങുക ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് വിഴുങ്ങുന്നത്? അവർക്ക് ടീത്ത് ഇല്ല. Some animals like lizards and frogs. ലിസാർഡ്സും ഫ്രോഗ്സും ഒക്കെ എന്ത് ചെയ്യുന്നു? They swallow their food. Why? Because they don't have teeth to chew. They cannot chew or tear their food. അത് ചവയ്ക്കാനോ അത് കീറി മുറിക്കാനോ ഒന്നും അവർക്ക് സാധിക്കത്തില്ല. കാരണം they don't have the teeth. So they swallow their food. ആരാണ് swallow ചെയ്യുന്ന ആൾക്കാര്? Lizards and frogs. Okay. Then frogs and lizards eat insects. They just shoot out their tongue and swallow the insect quickly. അപ്പൊ ഈ ഫ്രോഗ്സും ലിസാർഡ്സും എങ്ങനെയാ ഫുഡ് കണ്ടെത്തുന്നതെന്ന് അറിയാമോ? They shoot out their tongue and swallow the insect quickly. അവരുടെ നാവ് അവർ പുറത്തേക്കിടും. നാവ് നീട്ടി പുറത്തിട്ടിട്ട് അതില് വരുന്ന ഇൻസെക്ട്സിനെയാണ് അവർ ഭക്ഷിക്കുന്നത്. A frog has a long and sticky tongue. ഫ്രോഗിന് നീളമുള്ളതും ചെറിയ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ളതായ ടങ്കാണുള്ളത്. അപ്പൊ അതിലൊരു പ്രാണി എങ്ങാനും വന്നു പോയാൽ പ്രാണിക്ക് പിന്നെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ആളത് ഭക്ഷിച്ചിട്ടും ഉണ്ടാവും. Then a frog has long and sticky tongue. The insect gets stuck to their tongue. അതാ പറയുന്നത് ഇപ്പൊ മീൻസ് ഇപ്പൊ ഈ ഫ്രോഗ് അതിന്റെ നാവ് ഇങ്ങനെ നീട്ടി വെച്ചിരിക്കുമ്പോ ഏതെങ്കിലും ഇൻസെക്ട് ജസ്റ്റ് വന്നൊന്ന് ടച്ച് ചെയ്താൽ തന്നെ പിന്നെ അതിന് പറന്നു പോകാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇതിന്റെ നാവ് സ്റ്റിക്കിയാണ് അല്ലെ, ഒട്ടിപ്പിടിക്കും. പെട്ടെന്ന് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പൊ അങ്ങനെയാണ് അത് അതിന്റെ ഫുഡ് കണ്ടെത്തുന്നത്. ആര്? ഫ്രോഗ് കണ്ടെത്തുന്നത്. The insect gets stuck to their tongue. Snakes to swallow their food whole. അപ്പൊ സ്നേക്സും എന്താണ് ചെയ്യുന്നത്? They also don't chew their food. They also just swallow. And earthworm swallows soil that contains dead plants and animals. Earthworm, മണ്ണിര അല്ലെ? മണ്ണിര എന്താ ചെയ്യുന്നത്? It swallows soil that contains dead plants and animals. അവര് ഈ മണ്ണിര ഡെഡ് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ആ മണ്ണാണ് അത് സ്വാളോ ചെയ്ത് കഴിക്കുന്നത്. ഓക്കെ. അപ്പോ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടു? ആനിമൽസ് ദാറ്റ് chew the cud. അപ്പൊ chewing the cud എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും? മനസ്സിലായോ? ഓക്കെ. ജെവിനെ മനസ്സിലായോ chewing the cud എന്ന് പറഞ്ഞാൽ എന്താന്ന്? ഓക്കെ. So എന്താ? Grass eating animals അല്ലെ, like cows, buffaloes and sheep swallow their food. Okay. And afterwards, while they take rest, they bring back the food into their mouth and they chew it well. ഈ പ്രക്രിയയാണ് chewing the cud എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. നമ്മൾ പറയുന്നത് എന്തറിയലോ? അൺമ്യൂട്ട് ചെയ്തേ.
മണ്ണിൽ എന്താ മിസ്സേ കഴിക്കല്? എന്താ മോളെ? മണ്ണിൽ എന്താ കഴിക്കല്? അതാ പറഞ്ഞ മണ്ണ്. ഡെഡ് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ആ മണ്ണാണ് ഈ മണ്ണ് കഴിക്കുന്നത്. ഓക്കെ ഓക്കെ റിലു? അപ്പൊ ഒരു കാര്യം ചെയ്തു, ഒന്ന് അവിടെ വരെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചേ നിങ്ങള്. ഞാൻ അറ്റൻഡൻസ് എടുത്തോട്ടെ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചേ. Angel Rose, Rilu Abid, Alan Matthew, Shahmadi, Juliet Joss, Benita, Joel Joseph, Muhammad Shan, Selna Elizabeth, Adit KB, Asia Safa, Avani Mahesh, Jevin Chekar, Muhammad Fawaz, Edwin Thomas, Did you read the lesson up to there? വായിച്ചു കഴിഞ്ഞില്ലാത്തൊരു വായിക്ക്. കുറച്ചുപേര് വായിച്ചു കഴിഞ്ഞു. എല്ലാവരും വായിച്ചു കഴിഞ്ഞു. Okay, who will read the lesson? നമ്മൾ എടുത്ത പാഠം അവിടം വരെ ആര് വായിക്കുന്നേ? അത്രേ എടുക്കുന്നുള്ളൂ. ഇനി അങ്ങോട്ട് എടുത്താ നിങ്ങൾ ശ്രദ്ധിക്കില്ല. ബാക്കി കുറച്ചേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ അതും എടുത്ത് ക്വസ്റ്റ്യൻ ആൻസർ തരും. ഓക്കെ, അലൻ മാത്യു, പ്ലീസ് അൺമ്യൂട്ട്. അലൻ മാത്യു ആദ്യം ഹാൻഡ് റേസ് ചെയ്തു. വായിച്ചോ. Animals feeding habits. Sheep graze in fields. Tigers chase small animals. Why do they do this? They need to eat to live. Food helps them to stay healthy. Baby animals suck milk from their mothers. Animals like cows, buffaloes, and deer
eat plants. Mm. Animals like lions Mm. and tigers eat other animals. Thus, all animals depend on plants for their food. Some animals eat grass or green plants. Mm. They are called plant-eating animals. Okay. Some animals eat the flesh of other animals. They are called flesh-eating animals. Mm. Some animals eat both plants and animals. They are called omnivorous animals. Omnivorous animals. Teeth of animal. Mm. Different animals, different kinds of food. Mm. The beaks Mm. of birds Mm. and teeth of animals are suited to the kind of food each one eats. Okay. Animals അത്രേ മതി. അടുത്തയാൾ വായിച്ചു ബാക്കി. Okay. Selna. Unmute and read. Animals that eat plants. Okay. Animals that eat only plants are called herbivorous animals. Plant-eating animals like cows, giraffes, and goats, sharks, and both teeth to cut grass, leaves, and branches. Animals that chew the gut. Grass-eating animals like cows, buffaloes, and sheep swallow their food without chewing. When they rest, they bring this food back into their mouths and then chew it well with their drinking teeth. This is called chewing the gut. Animals that animals like squirrels, rats, and rabbits nibble seeds and fruits. They have sharp front teeth to bite their food. Animals that eat flesh. Animals that eat flesh are called carnivorous animals. Flesh-eating animals like lion and tiger have sharp, pointed, and Slightly crowded teeth. Those teeth help them chew their flesh. They also have grinding teeth at the back of their mouths. Those are these. മോളെ THESE these. These are those are these. These are strong and help them to chew bones. Animals that swallow their food. Some animals like lizards and frogs do not have teeth. They cannot chew or stir their food. They swallow it. Frogs and lizards. എവിടെ പോയി? Okay. റിലു അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ചേ ബാക്കി. Frogs and lizards eat insects. They just
shoot out their tongues and the Swallow swallows the quickly. insect quickly. A frog has a long and sticky trunk. The insect gets Stuck stuck to the tongue. tongue. Snakes to their Swallow food. whole. Whole. And earthworm contains dead plants and animals. Okay. Okay, good. അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം നന്നായിട്ട് കേട്ടോ. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അടുത്ത ക്ലാസ് ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ ഞാൻ എസ്റ്റ് ഇടും 3-ാം പാഠത്തിന്റെ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണോ പറഞ്ഞിരുന്നത്? ക്വസ്റ്റ്യൻ ആൻസർ ഫുൾ ആണോ പറഞ്ഞിട്ടുള്ളത്? എങ്ങനെയാ പറഞ്ഞ എസ്റ്റ്? യെസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫുൾ. ഓക്കെ. Yeah. So there are 7 question answers in the 3rd chapter. So these 7 question answers പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ കയറാനായിട്ട് ഞാൻ എസ്റ്റ് ഇടും. Okay. ഇനി എന്തെങ്കിലും ഡൗട്ട്സ്? എനിത്തിങ് ടു ആസ്ക്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? നോ ഡൗട്ട്സ്. ജെമിനെ മോന് മനസ്സിലായില്ലേ? നമുക്ക് കരുത് താമസിച്ച് ഇല്ലായിരുന്നു, മീൻസ് നമ്മൾ അന്നേരം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിട്ടുള്ളൂ. Okay then, bye. We'll see you in the next class.